ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ 31ാമത് സദേൺ സോണൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് വൈകിട്ട് ചെന്നൈയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ചെന്നൈ ഇപ്പോൾ കനത്ത സുരക്ഷാ വലയത്തിലാണ്. വ്യാഴാഴ്ച കോവളത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരും പുതുച്ചേരി മുഖ്യമന്ത്രിയും പങ്കെടുക്കും. ചെങ്കൽപ്പട്ട് ജില്ലയിലെ കോവളത്ത് ഈസ്റ്റ് കോസ്റ്റ് റോഡിലുള്ള ആഡംബര ഹോട്ടലിലാണ് യോഗം നടക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് 4:50 ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ പുറപ്പെടുന്ന അമിത് ഷാ 7:40 ചെന്നൈ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും BJP ഭാരവാഹികളും ചേർന്ന് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തുടർന്ന് റോഡ് മാർഗം കോവളത്തേക്ക് പോകുന്ന അദ്ദേഹം അവിടെ രാത്രി തങ്ങിയ ശേഷമാകും വ്യാഴാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവർക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി A രേവന്ത് റെഡ്ഡി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു, പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി എന്നിവരും ചർച്ചകളിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ, ആഭ്യന്തര സെക്രട്ടറിമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ ഭാഗമാകും. കൂടാതെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം അത് പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സാധാരണയായി എല്ലാ വർഷവും സദേൺ സോൺ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാറുണ്ട്. എന്നാൽ 2022 ശേഷം ഈ സമ്മേളനം നടന്നിട്ടില്ലാത്തതിനാൽ വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അന്തർ സംസ്ഥാന സഹകരണം, അതോടൊപ്പം തന്നെ സാമ്പത്തിക വികസനം, വ്യവസായിക നിക്ഷേപം, അതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനം, നദീജല പങ്കിടൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, വിവര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ പ്രധാന ചർച്ചയായി മാറും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ, നിയമപാലകർ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തൽ, അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കൽ എന്നിവയും അജണ്ടയിൽ ഒരു പ്രധാനമായ ഒരു വിഷയമായി ഇടപിടിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടാതെ കാവേരി നദീജലം അത് പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടും കർണാടകയും ദീർഘകാലമായി ഒരു പ്രശ്നത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സമ്മേളനത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കാനും ഏകോപനം മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി ഇത് കാണുമെന്നാണ് ലഭിക്കുന്ന സൂചന. മുൻ കൗൺസിൽ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ വിലയിരുത്തും. കൂടാതെ മുല്ലപ്പെരിയാർ വിഷയവും ഇതിലൊരു പ്രധാന ചർച്ചാ വിഷയമായി വരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനം ആവശ്യമുള്ള പുതിയ വിഷയങ്ങളും യോഗത്തിൽ കണ്ടെത്താൻ സാധ്യതയുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ചെന്നൈ വിമാനത്താവളത്തിലും അതോടൊപ്പം തന്നെ അമിത്ഷായുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന വഴികളിലും സമ്മേളന വേദിക്ക് ചുറ്റും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് റോഡിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഗതാഗത ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ കർശനമായി തന്നെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനും അതോടൊപ്പം തന്നെ സുരക്ഷയ്ക്കും ഈ യോഗം നിർണായകമായ ഒരു പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ.